കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പല സ്ഥലങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന ദേശീയ തലത്തിൽ നിന്നുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ പലയിടങ്ങളിലും പല തരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ ഒരു അപ്രതീക്ഷിത അട്ടിമറി നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ട്. അത് നമ്മളിപ്പോൾ നോക്കാനായി പോവുകയാണ്. മറ്റെവിടെയുമില്ല, കൊല്ലം ചാത്തന്നൂരാണ്. ചാത്തന്നൂർ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചാത്തന്നൂർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ചാത്തന്നൂർ BJP 2ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അവിടെ നിലവിൽ LDF ഭരണമാണ്. LDFൻ്റെ MLA ആണ് അവിടെ ഉള്ളത്. അവിടെ BJP 2ാം സ്ഥാനത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഈ സ്ഥലത്താണ് ഒരു ത്രികോണ പോരാട്ടം ഇത്തവണ നടക്കുന്ന തരത്തിലോട്ട്, അതായത് വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത കൂടിയിരിക്കുന്നതും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് 2026 സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ എന്താണ് ചാത്തന്നൂരിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ചാത്തന്നൂർ ആ ഒരു തരത്തിൽ ചാത്തന്നൂരിലെ കാറ്റ് ഏത് ദിശയിലോട്ടായിരുന്നു എന്നുള്ള ഒരു കണക്ക് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതിൽ തന്നെ നമുക്ക് 2001 മുതൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. 2001 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ വിജയിച്ചിരിക്കുന്നത് INC ആണ്. പ്രതാപവർമ്മ തമ്പാനാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 53,304 വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 47% വോട്ടുകൾ. അവിടെ CPI 2ാം സ്ഥാനത്തായിരുന്നു. EN അനിരുദ്ധനാണ്. 52,757 വോട്ടുകൾ, 47% വോട്ടുകൾ. BJP അവിടെ 3ാം സ്ഥാനത്തായിരുന്നു. അതായത് സജൻലാലായിരുന്നു അവിടെ മത്സരിച്ചത്. 6,110 വോട്ടുകളായിരുന്നു അന്ന് BJP 2001 നേടിയത്. എന്നാൽ ഇത് 2006 വരുമ്പോഴത്തേക്കും അവിടെ CPI സീറ്റ് പിടിക്കുകയുണ്ടായി. EN അനിരുദ്ധൻ സീറ്റ് പിടിച്ചു. 59,379 വോട്ടുകൾ നേടി, 56% വോട്ടുകൾ. INC പ്രതാപവർമ്മ തമ്പാൻ 36,199 വോട്ടുകളുമായി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJP മുരളീധരൻ പിള്ള 4,940 വോട്ടുകളായിരുന്നു അന്ന് നേടിയത്. എന്നാൽ ഇത് 2011 വരുമ്പോഴത്തേക്കും അവിടെ CPI വീണ്ടും വിജയിച്ചു. 60,187 വോട്ടുകളായിരുന്നു നേടിയത്, 52% വോട്ടുകൾ. INC ബിന്ദു കൃഷ്ണ 47,598 വോട്ടുകൾ നേടി. BJPക്ക് അവിടെ നേടാനായത് കിഴക്കനേല സുധാകരൻ 3,839 വോട്ടുകളായിരുന്നു 2011 അവിടെ നേടിയതെന്ന് പറയുന്നത്. എന്നാൽ ഇത് 2016 വരുമ്പോഴത്തേക്കാണ് ഒരു വലിയ അട്ടിമറി സംഭവിച്ചിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. അതായത് അവിടെ CPI തന്നെ വിജയിച്ച് കയറിയിരിക്കുന്നു. GS ജയലാൽ വിജയിച്ച് കയറിയിരിക്കുന്നു. 67,606 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് BJP ആണ്. BB ഗോപകുമാർ 33,199 വോട്ടുകളുമായിട്ട് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അതായത് ഏകദേശം 25% വോട്ടുകൾ നേടി. INC 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 30,139 വോട്ടുകളായിരുന്നു INC അന്ന് നേടിയത്. ഇത് 2021 വന്നപ്പോഴത്തേക്കും ഉണ്ടായ മാറ്റം, CPI GS ജയലാൽ വീണ്ടും വിജയിച്ചു. 59,296 വോട്ടുകളായിരുന്നു അദ്ദേഹം അന്ന് നേടിയത്. അതോടൊപ്പം തന്നെ അവിടെ BJP നേടിയത് BB ഗോപകുമാർ 42,000 കൂടുതൽ വോട്ടുകൾ അന്ന് നേടി. INC N പീതാംബരക്കുറുപ്പ് 34,280 വോട്ടുകളായിരുന്നു നേടിയത്. അപ്പോൾ ഈ കണക്കിൽ നിന്നും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. ചാത്തന്നൂർ BJPയുടെ ഒരു വളർച്ച എത്രത്തോളമായിരുന്നു കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ എന്നുള്ളത് വളരെ കൃത്യമാണ്. അതായത് 2011 വരയ്ക്കും BJP 10,000 വോട്ട് പോലും തികയ്ക്കാതിരുന്ന ചാത്തന്നൂരായിരുന്നു BJP 2016 ആയപ്പോഴത്തേക്കും 34,000 വോട്ടുകൾ നേടിയത്. 33,199 വോട്ടുകളായിട്ട് BJP 2016 അവിടെ 2ാം സ്ഥാനത്തെത്തി. ഇത് 2021 ആയപ്പോഴത്തേക്കും BJPക്ക് 42,000 വോട്ടാക്കി ഉയർത്താൻ സാധിച്ചു. ഇവിടെ CPIM ആണ് തുടർച്ചയായി ജയിച്ചു വന്നത്. CPI ആയിരുന്നു.
INCക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൽ പിന്നാലെ തുടർച്ചയായി CPI ജയിച്ചു വന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ അവിടെയും CPIക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. 2016 കണക്ക് നോക്കുമ്പോഴത്തേക്കും 67,000-ഓളം വോട്ടുകൾ ഉണ്ടായിരുന്ന CPIക്ക് 2021 വന്നപ്പോഴത്തേക്കും അത് 59,000-ആയി കുറയുകയാണ് ഉണ്ടായത്. അവിടെ വളരെ പിന്നിൽ പോയിരിക്കുന്നത് INC ആണ് എന്നുള്ളത് എടുത്തു പറയണം, കോൺഗ്രസ് ആണ് എന്നുള്ളത് എടുത്തു പറയണം. BJP വോട്ടുകൾ ക്രമാതീതമായി ഉയരുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ മാറിയത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും എന്നുള്ളതാണ് വാസ്തവം. 2016, 2021, ഇനി 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ, കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന ഒരു കാര്യം BJPക്ക് കുത്തനെ വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യതയാണ് ചാത്തന്നൂർ നിലവിൽ കാണുന്നത് എന്നാണ്. CPIക്ക് വോട്ട് ഇടിവുണ്ടാവുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. INCക്കും വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതായത് അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും പാർട്ടി വൈസ് നോക്കുമ്പോഴത്തേക്കും അവിടെ നിലവിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ടും ചാത്തന്നൂർ കാണപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് BJP, ഇടതുപക്ഷവും BJPയും തമ്മിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ BJP ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ചാത്തന്നൂർ പോലുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. INC വോട്ടുകൾ കൂടുമെന്നുള്ളതും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ CPI വോട്ടുകൾ കുത്തനെ ഇടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനും സാധ്യത നിലവിൽ കാണുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുമാത്രമല്ല, ഇനി സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന ഒരു കാര്യം, BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്ന് തന്നെ പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വിജയസാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ചാത്തന്നൂർ എടുത്തു പറയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2016 കണക്ക്, 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും അത് വളരെ കൃത്യമായും വ്യക്തമാണ്. ഇത് 2026 ആവർത്തിക്കുന്ന തരത്തിൽ, അതായത് 2016 വോട്ടുകൾ കൂടി 2021 കുത്തനെ വോട്ടുകൾ കൂടി ഇത് 2026 ഇതുപോലെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും LDFന് അടിപതറുമെന്ന കാര്യത്തിൽ സംശയമില്ല. LDF 2016, 2021 വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ടായിരുന്നു. അതായത് 2016 LDFനെ സംബന്ധിച്ചിടത്തോളം LDF അവിടെ 67,000 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അത് 2021 വന്നപ്പോഴത്തേക്കും LDF തരംഗമുണ്ടായിരുന്ന സമയത്ത് പോലും 59,000 കുറഞ്ഞു. എന്നാൽ BJP വോട്ടുകളായിരുന്നു അവിടെ കുത്തനെ കൂടിയത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാണ് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. INCയും BJPയും വോട്ടുകൾ കുത്തനെ കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. CPI വോട്ടുകൾ, ഇടതുപക്ഷ വോട്ടുകൾ ക്രമാതീതമായി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ ആ വോട്ടുകൾ ഏത് പാർട്ടിയിലേക്ക് പോകും? അത് BJPയിലേക്ക് എത്തുമോ അതോ കോൺഗ്രസിലേക്ക് എത്തുമോ എന്നത് മാത്രമാണ് ഒരു ചോദ്യം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് തന്നെയാണ് അവിടെ ഒരു മുൻതൂക്കം നേരിയ തോതിലെങ്കിലും കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് വെറുമൊരു സർവേ റിസൾട്ട് മാത്രമാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളതും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ട എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം കുറേ നാളുകളായിട്ട് അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സീറ്റ് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ആ നഷ്ടപ്പെട്ടു പോകുന്ന സീറ്റ് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്തട്ടിമറിയായിരിക്കാം ചാത്തന്നൂർ കൊണ്ടുവരാൻ സാധിക്കുന്നത്? അതല്ല അവർക്ക് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? UDFന് ഒരു അപ്രതീക്ഷിത ഒരു മുന്നേറ്റം ചാത്തന്നൂർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അതായത് കുറേ നാളുകളായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFന് അത് 2-ാം സ്ഥാനമാക്കി മെച്ചപ്പെടുത്താൻ സാധിക്കുമോ? അതല്ല അതിലും അട്ടിമറിയായിട്ട് അവർക്ക് ഒരു വിജയം അവിടെ നേടാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. എന്ത് തന്നെ ആയാലും അവിടെ ഒരു അട്ടിമറി വിജയം ഇത്തവണ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. അത് BJP തന്നെ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? സർവേ റിസൾട്ട് പറയുന്ന കണക്ക് തന്നെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും എല്ലാ അർത്ഥത്തിലും വലിയൊരു അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ചാത്തന്നൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് മാറ്റം, ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി അറിയാനായിട്ട് കാത്തിരിക്കാം.